ഹലോ ഗായ്സ്, വെൽക്കം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഗോ ടു മൈനിങ്. അതുതന്നെ ഇന്നും അതുതന്നെയാണ്, ഗോ ടു മൈനിങ്. കഴിഞ്ഞ വർഷം മൈനിങ്ങുമായിട്ട് നിങ്ങൾക്കറിയാം, നമുക്ക് 6 ഡയമണ്ട് കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. മോനൊക്കെ ആ ദിവസം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ദിവസമായിരുന്നു. കിടന്നുറങ്ങില്ലെങ്കിൽ നമ്മുടെ സാധനങ്ങളെല്ലാം അടിച്ചോണ്ടു കൊണ്ടിച്ചു. ഓക്കെ, നമുക്ക് ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് എന്തൊക്കെ നമുക്ക് എടുക്കാം ഗൈസ്. നമുക്ക് എമറൽഡ് അങ്ങോട്ട് വെക്കാം. ഞാൻ അയണും കുറച്ച് സ്റ്റിക്സും ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും എന്തായാലും വേണം. കാരണം നമുക്ക് അവിടെ നിന്നാണ് നമ്മുടെ അയണിൻ്റെ പിക്കേഴ്സ് പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ടൊക്കെ തന്നെ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കയറി വരണം. പക്ഷേ നമുക്കാണെങ്കിൽ സ്റ്റിക്കിൻ്റെ ആവശ്യമുണ്ട് ഗൈസ്. സ്റ്റിക്കിൻ്റെ ആവശ്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഈ പ്ലാങ്ക്സ് അങ്ങ് പൊട്ടിച്ചിട്ട് നമുക്ക് സ്റ്റിക്കാക്കാം. ഓക്കെ, ഇവിടുത്തെ നമ്മുടെ ഈ പ്ലാങ്ക്സ് അങ്ങ് പൊട്ടിച്ചിട്ട് നമുക്കിങ്ങ് സ്റ്റിക്കാക്കാം. ഓക്കെ, ഈ പ്ലാങ്ക്സ് പൊട്ടിക്കുക. ഈ പ്ലാങ്ക്സ് പൊട്ടിച്ചിട്ട് നമുക്ക് അതിനെ അങ്ങ് സ്റ്റിക്കാക്കാം സുഹൃത്തുക്കളെ. നമ്മളിങ്ങനെ അതിനെ സ്റ്റിക്കാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇവിടെ നിന്ന് ആക്കിയിട്ടൊരു അയൺ പിക്കാക്സും കൂടി ഉണ്ടാക്കിക്കൊണ്ട് പോകാം. ഓക്കെ, നമുക്ക് ഒരു പിക്കാക്സും കൂടി നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, നമ്മുടെ അയൺ പകുതിയും തീർന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഞാനൊരു അയൺ സ്വാഡും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഫുൾ കവേർഡായിട്ടൊരു ഷീൽഡും പിന്നെ ആർമേഴ്സ് ഇതിനങ്ങിടാം. നമ്മുടെ ആർമർ പിന്നെ എൻ്റെ ലെഗിൻസ് കാണുന്നില്ല, അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് നമ്മുടെ അയൺ ലെഗിങ്സ്, നമ്മൾ വെറുതെ കിടക്കുന്ന നമ്മുടെ അയൺ ലെഗിങ്സ് നമുക്കെടുത്തങ്ങ് ഇടാം. ഓക്കെ, ഇനി നമുക്കാണെങ്കിൽ കയറി ചെന്നിട്ട് നമുക്ക് മൈനിങ്ങിന് പോവാം. ഇവിടെ നമ്മളൊരു ടോർച്ച് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ഡയമണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നത്. നമുക്കങ്ങ് കുഴിച്ചങ്ങ് താഴെ വരെ നമുക്കങ്ങ് പോവാം. അത് കുറേ സമയം എടുക്കുമെന്ന് കൺഫേം ആണ്. നമുക്ക് വേണമെങ്കിൽ അയൺ വെച്ചും കുഴിക്കാം. പക്ഷെ അയണിൻ്റെ ഡ്യൂറബിലിറ്റി ഇങ്ങനെ കുറയുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ്. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ചെയ്യണ്ട. നമുക്കാണെങ്കിൽ ബെഡ് റോക്ക് ലെവലിൽ വരെ നമുക്കങ്ങ് പോവാം. നമ്മുടെ ഡീപ് സ്റ്റേറ്റ് ലെവലിൻ്റെ അവിടം വരെ നമുക്കങ്ങ് പോവാം. നമ്മളെന്തായാലും കുറേ കുഴിച്ചിട്ടുണ്ട്, അതെന്തായാലും കൺഫേം ആണ്. നമ്മളെന്തായാലും അവിടം വരെ നമ്മൾ കുറേ കുഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ നല്ലോണം താഴോട്ട് നമുക്ക് പോവേണ്ടി വരും. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഇങ്ങനെ പോവാം. ഓക്കെ, നമ്മളെന്തായാലും കോപ്പർ കണ്ടിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഇപ്പം നമ്മൾ ടഫ് വെച്ചാണ്. ഓക്കെ ഗൈസ്, നമ്മൾ താഴോട്ടിട്ട് നമുക്ക് നേരത്തെ ഡയമണ്ട് കിട്ടിയ സ്ഥലമാണ് ഗൈസ് ഇത്. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഇവിടെ നിന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുഴിക്കാൻ ഇവിടെ കട്ട മഴയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് വലുതായിട്ട് കേൾക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടുന്നും കൂടി നമുക്ക് 1-2 ഡയമണ്ട് ഒപ്പിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇവിടുന്ന് ഒരു ഡയമണ്ടെങ്കിലും നമുക്ക് ഒപ്പിക്കാൻ പറ്റുമോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. നമുക്ക് എന്തായാലും കുറച്ചും കൂടി ഡയമണ്ട് വേണം, അല്ലെങ്കിൽ നമ്മൾ പെടും ഗൈസ്. നമ്മളിവിടെ മണ്ടകൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കുഴിച്ചൊക്കെ ഒന്ന് നോക്കുകയാണ്. നമ്മുടെ അയൺ പിക്കാക്സ് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ രണ്ടാമത്തെ അയൺ പിക്കാക്സ് ആണ് ഇത്. ഓക്കെ, നമ്മളെന്തായാലും എല്ലായിടത്തും നമ്മളൊന്ന് പൊട്ടിച്ച് നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, ഇവിടെ ഓക്കെ മതി. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് നമുക്കൊക്കെ പോയി നോക്കാം. ഇവിടുന്ന് വല്ലതൊക്കെ കിട്ടുമോടെ, ഇവിടുന്ന് വല്ലതൊക്കെ ഉണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഇവിടുന്ന് വല്ല ഡയമണ്ടോ അയണോ വല്ലതും കിട്ടുമെന്ന് നോക്കി നോക്കാം. ഇല്ല ഗൈസ്, ഇവിടുന്ന് ഇല്ല ഗൈസ്. മൊജാങ്ക് ചതിച്ച് ഗായ്സ്.
മൊജാങ്ക് ചതിച്ച് ഗായ്സ്. ഇവിടെ ഒരു ഉണ്ടപ്പൊരി ഇല്ല ഗായ്സ്. നമ്മളിവിടെ ഇങ്ങനെ അങ്ങ് പോവാണ്. ഇങ്ങനെ അങ്ങ് പോയിട്ട് നമ്മൾ മൈനൊക്കെ ചെയ്തായിരുന്നു. ഓക്കെ ഗായ്സ്, നമ്മൾ ഇവിടെ വന്നാണ് നമ്മൾ നിർത്തിയത്. ഓക്കെ, ഇവിടം വരെയാണ് നമ്മൾ വന്ന് നിർത്തിയത്. നമുക്ക് ഇവിടുന്ന് ബാക്കിയും കൂട്ടി മൈൻ ചെയ്ത് നോക്കാം സുഹൃത്തുക്കളേ. നമ്മളെ ഒരു കേവാണ് ഗൈസ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത്. വലിയൊരു കേവാണ് സുഹൃത്തുക്കളെ. ഇത് വലിയൊരു കേവാണ് ഗൈസ്. ഇത് വലിയൊരു കേവും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. നമുക്ക് എന്തായാലും പരമാവധി ഒന്ന് സേഫ് ആവണം സുഹൃത്തുക്കളെ. നമുക്ക് പരമാവധി ഒന്ന് സേഫ് ആവാൻ നോക്കാം. ഇവിടെ നമുക്കൊരു ടോർച്ചും കാര്യങ്ങളൊക്കെ കുത്താം. അതൊരു ക്രീപ്പറും നിൽക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ ലാവയും ഉണ്ട്. ഗൈസ്. നമ്മൾ വന്നപ്പോൾ തന്നെ ഇവിടെ കണ്ട നമ്മുടെ ഡയമണ്ട് ഇരിക്കുന്നത്. ഓക്കെ, സീനില്ല. ഞാൻ അത്ര വലുതായിട്ട് ഞാൻ ഞെട്ടത്തില്ല. മറ്റേ എപ്പിസോഡിൽ തന്നെ ഞാൻ കുറേ അങ്ങ് ഞെട്ടിയായിരുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും മെയിൻ ചെയ്തിട്ടോ. സന്തോഷം. ഒരെണ്ണേ ഉള്ളൂ ഗായ്സ്. ചതിച്ചു ഗായ്സ്. മൊജാങ്ക് ചതിച്ചു ഗായ്സ്. ഒരെണ്ണേ ഉള്ളല്ല. ഒരെണ്ണേ ഉള്ളൂ. ആ സീനില്ല. എന്നാലും ഒരെണ്ണം കിട്ടിയില്ലേ. ഓക്കെ, അത് മതി. ഒരെണ്ണം എങ്കിൽ ഒരെണ്ണം. അമ്മേ, അത് ഇവിടുന്ന് അതേതോനാടാ സൗണ്ട് ഞാൻ കേൾക്കുന്നു. ഇവിടുത്തെ ലാവ മുഴുവനും നമുക്കങ്ങ് ക്ലോസ് ചെയ്യാം. എനിക്ക് ആ ലാവയെ വീണിട്ടായിരിക്കും എൻ്റെ മരണം. അവിടെ ഒരു അയൺ കിടക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് ആവശ്യമില്ല. മരണം കിട്ടിയില്ലേ, അതുപോലെ തുങ്ങളുടെ വീട്ടിൽ പോയിക്കൂടെ? അല്ലെങ്കിൽ ഇനിയും വേണോ? ആക്രാന്തം വേണോ? നമ്മൾ ഇതും കൊണ്ട് നമ്മളൊന്ന് വീട്ടിൽ സേഫായിട്ടൊന്ന് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ഞാൻ ഡയമണ്ട് അല്ലേ ആ കാണുന്നത്? ഡയമണ്ട് അല്ലേ? അല്ല, അത് തുറന്നു കിടക്കുന്നൊരു സാധനമാണ് ഗൈസ്. നമുക്കെന്തായാലും ഈ ഗുഹ ഒന്ന് പോകണ്ട. ഓക്കെ, ഇത് ഇവിടെ ഒരു ഗുഹ ഉണ്ടല്ലോ. ഇതൊക്കെ തന്നെ നമുക്ക് ഇവിടെ ഒരു ടോർച്ച് കുത്താം. എന്നിട്ട് തന്നെ നമുക്കിവിടെ വല്ലതൊക്കെ ഒന്ന് അടയാളത്തിന് വെക്കാം. കുറച്ച് റെഡ് സ്റ്റോൺ ഇല്ല. ഓക്കെ, ഇവിടെ നിന്ന് പോവാം. ഓക്കെ, എനിക്ക് തോന്നുന്നേ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഈ ഒരു ഡയമണ്ട് കിട്ടിയത് റെഡ് സ്റ്റോണിൻ്റെ അടുത്തു നിന്നായിരുന്നു. അപ്പം നമുക്ക് ഈ റെഡ് സ്റ്റോൺ പൊട്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഡയമണ്ട് കിട്ടുമോ ഗൈസ്? കിട്ടുമെങ്കിൽ ലോട്ടറിയാണ്. ഇല്ല ഗൈസ്, കിട്ടത്തില്ല. മൊജാങ്ക് വീണ്ടും ചതിച്ച്. ഇല്ല, നമുക്ക് ഒരു ഡയമണ്ടെങ്കിലും കിട്ടിയില്ലേ ഇവിടുന്ന്? സാധാരണ നമുക്ക് വരുവാണെങ്കിൽ ലക്കില്ലാതെ ഒരു ഡയമണ്ട് പോലും കിട്ടില്ല. ഇതെന്താ ഇങ്ങനത്തെ ഇവിടെ എന്താ ഇങ്ങനത്തെ ഒരിത്? അങ്ങ് നോക്ക്, അവിടെ എന്ത് ലാവയാ? അല്ല, ഇതിൻ്റെ അയ്യോ ഗൈസ്, ഞാൻ ഒരു സാധനം എടുക്കാൻ മറന്നുപോയി. ഞാൻ ബെഡ് എടുക്കാൻ മറന്നുപോയി. ഉണ്ട് ബെഡുണ്ട്. എനിക്ക് കണ്ണ് കാണത്തെ. അപ്പം ഗൈസ്, ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു ഡയമണ്ടേ കിട്ടിയുള്ളൂ. എന്നാലും സീനിലെ ഞാനിനി വീട്ടിൽ പോട്ടെ. മണ്ടക്കയറി വീട്ടിൽ ചെന്നിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ എവിടെയോ ഒരു സ്ലൈം ചങ്ങുണ്ട്. സ്ലൈമിൻ്റെ സൗണ്ട് വെക്കുന്നത് അത് നമുക്ക് വിടാം. അത് നമുക്ക് പിന്നെ കാണാൻ പോവാം. കറക്റ്റ് തികഞ്ഞ എന്തെങ്കിലുള്ള ഡീറ്റിലേക്ക് ഞാൻ 19 എണ്ണം കൂടി ഫൈനലി അങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരു ഡയമണ്ട് കിട്ടില്ല, ശീല. നമ്മൾ വീണ്ടും വന്നടാ. ഒരു ഡയമണ്ടുമായിട്ട് നമ്മൾ വീണ്ടും വന്നേ നമ്മുടെ ഡയമണ്ടുമായിട്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ 7 ഡയമണ്ട് ഉണ്ട് സുഹൃത്തുക്കളെ. നമുക്കിനി നമ്മുടെ അയൺ അങ്ങ് വെക്കാം. നമുക്ക് ഇന്നലെ ഇൻവിസിബിലിറ്റി പോഷനും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു.
ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലായിരിക്കും. അത് വേണമെങ്കിൽ ഞാൻ ഷോർട്സിനകത്തിടാം. അപ്പം ഗൈസ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ 2-3 ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വല്ലതൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.